ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മുടക്കാട്ടോ. അപ്പം മുടക്കമുള്ള ദിവസം നോക്കിയിട്ട് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. വേറൊന്നുമല്ല, എൻ്റെ കൊച്ചച്ഛൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോ മുടക്ക് കിട്ടുന്ന ദിവസം നോക്കിയിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡിയൊക്കെ ആയിട്ട് നേരെ ഞങ്ങൾ പോയത് എടപ്പള്ളിയിലെ ജയലക്ഷ്മിയിലാണ്. എടപ്പള്ളിയല്ല, പാലാരിവട്ടത്തിലെ ജയലക്ഷ്മിയിലാണ് പോയത്. അപ്പോൾ അവിടെ എത്തി. നമ്മൾ ഓൾറെഡി ഇവർ വെഡ്ഡിങ് സാരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പെണ്ണിൻ്റെ വീട്ടുകാർ ഓൾറെഡി വെഡ്ഡിങ് സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു സെക്കൻഡ് സാരി എടുക്കാനാണ് വന്നത്. അപ്പം ഒത്തിരി കളേഴ്സ് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റാണി പിങ്ക്, ഗ്രീൻ, അങ്ങനെ കുറേ കളേഴ്സ് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾ ഓൾറെഡി ഒരു ഗോൾഡൻ കളറിൽ നല്ല വർക്കുള്ളത് ഓൾറെഡി കല്യാണ സാരി ആയതുകൊണ്ട് കല്യാണ പെണ്ണിനാണെങ്കിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ടച്ച് വരുന്ന ഒരു സാരിയാണ് വേണം എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തപ്പി ഈ സാരിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. വെഡ്ഡിങ് സെഷനിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ഗ്രീൻ നോക്കിയെങ്കിലും പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ ബോഡി പാർട്ട് പ്ലെയിൻ ആയിട്ടുള്ളതായിരുന്നു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി നമുക്ക് അങ്ങനത്തെ ഒരെണ്ണം കിട്ടിയിരുന്നു. അവിടെയാണെങ്കിൽ ഓൾറെഡി ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഗോൾഡ് ഒക്കെ ഇട്ടാൽ ഈ സാരിയുടെ ഭംഗി എത്ര ഉണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതൊക്കെ ഓൾറെഡി അവരുടെ ഉണ്ടായതുകൊണ്ട് നമ്മൾ അതൊക്കെ ഇടിയിച്ചിട്ട് അവർ കാണിച്ചു തന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാരണം. അപ്പോൾ അതാണ് നമ്മൾ ഫൈനൽ ഫിക്സ് ചെയ്ത ഡ്രസ്സ് അതാണ്. അപ്പോൾ ഡ്രസ്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ സാരിയുടെ കുഞ്ചലം കെട്ടാൻ വേണ്ടിയിട്ടുള്ള ടൈം അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണ്ടി കോഫിയൊക്കെ അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് നമ്മളുടെ നെക്സ്റ്റ് പ്ലാന് അവിടെ നമ്മൾ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. വേറൊന്നുമല്ല, അത്യാവശ്യം ആദ്യം കല്യാണ പെണ്ണിനുള്ള സാധനങ്ങളാണ് ഞങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ ഓർഡർ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇനി ഒരു കോട്ടൺ സാരി, അതായത് ഇവിടെ വിരുന്നിനൊക്കെ പോകുമ്പോൾ ഇടാനുള്ള രീതിയിൽ ഒരു സാരി, അപ്പോൾ ആൾക്ക് കോട്ടൺ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നേരെ കോട്ടൺ സെക്ഷനിലേക്കാണ് പോയത്. കോട്ടൺ സെക്ഷനിൽ പട്ടുസാരി ഉണ്ട്, അതായത് ഒരു 5,000 റേഞ്ച് 5,000 ബിലോ ഉള്ള പട്ടുസാരികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേയൊക്കെ എടുത്തുനിന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കി. ഞങ്ങൾക്കും ഇതിൻ്റെ ഒപ്പം ഞങ്ങൾ ചേച്ചിമാരാണല്ലോ, അപ്പോൾ ചേച്ചിമാർക്കുമുള്ള സാരിയും ഉണ്ടായിരുന്നു ഇതിൽ. അപ്പം ഞങ്ങൾ കുറേയൊക്കെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ആ ഒരു ഒലീവ് ഗ്രീൻ വിത്ത് ബ്രൗൺ ബോർഡറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ഒരു വെറൈറ്റി ലുക്കായിരുന്നു. പക്ഷെ എന്നാലും എന്താണെന്നറിയില്ല, എനിക്കത് എടുത്തിട്ട് എനിക്ക് അത്ര തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു ഒന്ന് ലഞ്ചൊക്കെ കഴിച്ചൊന്ന് ഒന്നും കൂടി ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഇറങ്ങിയത് 3 മണി കഴിഞ്ഞു. ലഞ്ചൊക്കെ കഴിഞ്ഞിരുന്നു ഓൾമോസ്റ്റ്. ഞങ്ങൾ ജയലക്ഷ്മിയുടെ തൊട്ടടുത്തുള്ള ഗോകുലം മൂട്ടുപുരയിലാണ് പോയത്. അവിടെ പോയി ഓർഡർ ചെയ്തപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. 30 മിനിറ്റ് 20 to 30 മിനിറ്റ്സ് എടുക്കും എന്നാണ് അവർ പറഞ്ഞത് ഓർഡർ ചെയ്ത സാധനം കിട്ടുക. അപ്പം ഞങ്ങളാണെങ്കിൽ ചപ്പാത്തിയും പൊറോട്ട ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. റൈസ് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ലൈറ്റായിട്ട് കഴിച്ചിട്ട് നേരെ വീണ്ടും കടയിലേക്ക് പോയി, ജയലക്ഷ്മിയിലേക്ക് പോയി. അപ്പോൾ പെണ്ണിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇന്നേഴ്സും അണ്ടർസ്കേർട്ടും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടെ അവളുടെ ഒരു കുഞ്ഞൊരു അനിയത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഫ്രോക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ആട്ടോ. അപ്പോൾ ആ പിള്ളേരെ ഞങ്ങളപ്പോൾ തന്നെ കാറി കയറ്റി വിട്ടു. ഞങ്ങൾ നേരെ ജയലക്ഷ്മി പോകാൻ വേണ്ടിയിട്ട് ഷീമാട്ടി പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാലാരിവട്ടത്തിൽ നിന്ന് മെട്രോ എടുത്ത് നേരെ ഷീമാട്ടിയിലേക്ക് പോവുകയാണ്. MG റോഡിൽ നേരെ അവിടെ പോയി ഇറങ്ങാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ടൈം 7:30 ആയിട്ടുണ്ടായിരുന്നു. ഇവർക്കാണെങ്കിൽ ക്ലോസിങ് ടൈം 8:30 ആയിട്ട്. അപ്പോൾ പിള്ളേർക്ക് ഷറാറയും ഞങ്ങൾക്ക് പറ്റിയ നല്ല ട്രഡീഷണൽ ടൈപ്പ് പട്ടുസാരിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും 9 o'clock ആയിരുന്നു. ഓരോ ഫ്ലോറും അവർ ലൈറ്റ് ഓഫ് ചെയ്ത് വരും. ആരും കയറ്റുന്നില്ല, പുറമേ നിന്നൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഫൈനലി ഞങ്ങൾ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് മെട്രോയിൽ. വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ കറികളൊക്കെ ചൂടാക്കാൻ തുടങ്ങി. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും 9 മണി കഴിഞ്ഞു, 9:30 ആവാറായി. അപ്പോൾ കറികളൊക്കെ ചൂടാക്കാൻ തുടങ്ങിയത് കാരണം കറി ചീത്തായി പോയാലോ എന്ന് പേടിച്ച് എല്ലാം ചൂടാക്കി. ദൈവഭാഗത്തിന് ഒന്നും ചീത്തായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് രണ്ടാമതൊന്നും പ്രിപ്പയർ ചെയ്യാനും വന്നില്ല. അപ്പോൾ വന്ന ആ ഡ്രസ്സ് പോലും മാറ്റാണ്ടാണ് ഞങ്ങൾ കറികളൊക്കെ ചൂടാക്കാനൊക്കെ തുടങ്ങിയത്. ദൈവഭാഗത്തിന് കുറച്ച് കറികളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഇതല്ല, പാരലലി ഞങ്ങൾ വീട്ടിൽ പെയിൻറ്റിങ് പണിയും കൂടി നടക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് അലങ്കോലപ്പണികളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. അത്യാവശ്യം ഹസ്ബൻഡും
അച്ഛനും എല്ലാവരും കൂടിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഓൾറെഡി എല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചുകൊണ്ട് അതൊരു ആശ്വാസമായിരുന്നു കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പിള്ളേരുടെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഞാൻ കുളിക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നു. സത്യം പറഞ്ഞാൽ ഒറ്റ സ്ട്രെച്ച്. ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ഇറങ്ങിയിട്ട് വീട്ടിൽ തിരിച്ചെത്തിയത് തന്നെ രാത്രി 9:30 ആയപ്പോഴാണ്. അത്ര ഒറ്റ സ്ട്രെച്ചിൽ ഇരിപ്പായിരുന്നു. ഞങ്ങൾ നിപ്പും ഓട്ടോ ആയിരുന്നു. അപ്പോൾ അതേ വീട്ടിൽ വന്നു, ഒന്ന് എല്ലാം അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തിട്ട് നേരെ ഫ്രഷ് ആവാൻ പോവാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുമ്പോഴൊക്കെ ഫ്രഷ് ആകുമ്പോഴത്തേക്കൊരു കിട്ടുന്നൊരു സുഖമില്ല, അത് വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. അപ്പം എന്താ പറയുക, നെക്സ്റ്റ് ഡേ ഓഫീസിലും പോകണം. ഒന്നും സാധാരണ ഞങ്ങൾ തലേന്ന് രാത്രി തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാട്ടോ കിടക്കാറുള്ളത്. പക്ഷേ ഞങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഉള്ള കറിയൊക്കെ വെച്ച് നെക്സ്റ്റ് ഡേ അഡ്ജസ്റ്റ് ചെയ്യാം എന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞിരിക്കുന്നു. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഹോപ്പ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.